السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, നൂറുൽ ഖുർആന്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണല്ലോ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്താണ് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അതിലടങ്ങിയ വ്യാകരണ നിയമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ആയത്ത് ഒന്നുകൂടി ശ്രവിക്കുക. أعوذ بالله من الشيطان الرجيم. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم.
وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർക്കുക. എന്റെ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. ഫതൂബൂ ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും. ആകയാൽ നിങ്ങളെ സൃഷ്ടിച്ചവങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുവിൻ. ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും. അത് നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നു. ഫതാബ അലൈക്കും. എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. നിശ്ചയമായും അവൻ തന്നെയാണ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ. ഈ ആയത്തിൽ അതിലടങ്ങിയ പദങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ വിശദീകരിച്ചത്. അത് ബിത്തിഖാദിക്കുമുൽ ഇജ്ല എന്നുവരെ നാം പറയുകയുണ്ടായി, വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷമുള്ള പദങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദിക്കുമുൽ ഇജ്ൽ. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ ജനങ്ങളെ, നിശ്ചയമായി നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയ നിമിത്തം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. ഇനി ഫതൂബു. ഇവിടെയുള്ള ഫ ഇവിടെയുള്ള ഫ എന്ന അക്ഷരം ഫതൂബു. ഫതൂബു എന്നതിന്റെ അർത്ഥം ആകയാൽ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാണ്. ഫ എന്നത് നേരത്തെ പറഞ്ഞതിലേക്ക് ഫതൂബു. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു. എങ്ങനെ ഒരു കാര്യം? നിങ്ങൾ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. അങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു. ഫ ആകയാൽ എന്നർത്ഥം. അപ്പോൾ എന്നല്ല, എന്നിട്ട് എന്നല്ല, ആകയാൽ, ആ ഒരു കാരണത്താൽ. ഇങ്ങനെയുള്ള ഫാക്ക് സാധാരണ ഈ ഒരു ഹർഫിനെ സംബന്ധിച്ച് നമ്മൾ ആതഫ്, ഇസ്തിനാഫ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഹർഫിനെ റാബിത്ത എന്നാണ് പറയുക. റാബിത്ത നേരത്തെ പറഞ്ഞതിലേക്ക് അതിന്റെ ഒരു കാരണത്താൽ എന്ന അർത്ഥത്തിൽ പറയപ്പെടുന്ന ആകയാൽ എന്ന ഈ ഹർഫിനെ ആ രൂപത്തിലാണ് പറയാം. ഇനി തൂബു, ആകയാൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക എന്നാണ്. തൂബു, താബ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യതൂബു, താബ, യതൂബു. ഇതിന്റെ അംർ ഖാല യഖൂലു ഖുൽ എന്നാണ് പറയുക. ഖാല യഖൂലു കുൽ. ഖാമ യഖൂമു, അതിന്റെ അംർ ഖും, നീ എണീക്ക്. ഖാമ എഴുന്നേറ്റു, യഖൂമു എഴുന്നേൽക്കുന്നു, ഖും
നീ എഴുന്നേൽക്കുക. ഇവിടെ താബ യതൂബു, അതുകൊണ്ട് തന്നെ തുബ് എന്താണ്? തുബ് എന്നതാണ് അതിന്റെ അമ്ര, ഫിഅൽ അമ്ര. അപ്പോ ഇനിയിപ്പോ കാമയാണെങ്കിലും കാലയാണെങ്കിലും അതിന്റെ അമ്രിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? കുൽ, കുലാ, കുൽ, കൂല, കൂലു. മനസ്സിലായല്ലോ? അതുപോലെ ഇവിടെ തുബ്, തൂബ, തൂബു. ഒരു അമ്ര ഹാദറാണിത്, അമ്ര ഹാദറാണ്. തുബ്, തൂബ, തൂബു. അപ്പോ ഫതൂബു, നിങ്ങൾ എന്ത് ചെയ്യുക? പശ്ചാത്തപിച്ച് മടങ്ങുക എന്നർത്ഥം. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക. തൂബു എന്നത് ഫിഅൽ അംറാണ്. സാധാരണ എങ്ങനെയാ പറയാ? ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫ് അന്നൂൻ, അല്ലെ? ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫ് അന്നൂൻ. മാഷാ അല്ലാഹ്. നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ടുള്ള എന്താണ് കാരണം? അവിടെ യതൂബൂന എന്നതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലെ? താബ യതൂബു എന്ന മുദാരിഇൽ നിന്ന് അതിന്റെ താബ യതൂബുവിൽ നിന്ന് തതൂബു, തതൂബാനി, തതൂബൂന, ഇതാണ് അതിന്റെ മുദാരി, തതൂബൂന. അപ്പൊ ഇവിടെ ആദ്യത്തെ തായും പോയി, അവസാനത്തെ നൂനും പോയി. അവസാനത്തെ നൂൻ അവിടെ ഹദ്ഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടത് മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ എന്നാണ് തൂബു എന്നതിനെ സംബന്ധിച്ച് പറയാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ തൂബു അവിടെ ഉണ്ടാകുന്ന ഫിഅൽ അംർ, ആ ഫിഅൽ അംറിൽ ഉണ്ടാകുന്ന വാവുൽ ജമാഅത്ത് എന്താണ്? വമീർ വമീർ മുസ്തത്തിർ ആണ്, വമീർ മബ്നിൻ അല സുക്കൂൻ, അല്ലേ? في محل رفع، في محل رفع، فاعل ആയതുകൊണ്ട് അതെ, في محل رفع فاعل. അപ്പോ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നർത്ഥം. താപ പശ്ചാത്തപിച്ച് മടങ്ങി, യതൂബു പശ്ചാത്തപിച്ച് മടങ്ങുന്നു, തതൂബു നീ പശ്ചാത്തപിച്ച് മടങ്ങുന്നു, തതൂബൂന നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നു, അതിൽ നിന്ന് തൂബു നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന അംറുണ്ടാകുന്നു, അതിന്റെ ഫിഅൽ ഉണ്ടാകുന്നു. ശരി. ഇലാ ബാരിഇക്കും, ഇലാ എന്ന് പറഞ്ഞാൽ അറിയാം, ഹർഫ് ജർ, അല്ലെ? ഹർഫ് ജർ. ഇല എന്ന് പറയുന്നത് ഹർഫ് ജർ ആകും. ഹർഫ് ജർ. മാഷാ അല്ലാഹ്. ഇലാ ബാരിഇക്കും, ബാരിഉൻ എന്നത് ബാരിഉൻ എന്നാൽ സൃഷ്ടാവ് എന്ന അർത്ഥമാണ്. ശേഷം ഖാലിഖിന്റെ അർത്ഥം, അല്ലാഹുവിന്റെ അസ്മാഉല്ലാഹിൽ ഹുസ്നയിൽപ്പെട്ട ഒന്നാണ് ബാരിഉൻ എന്ന് പറയുന്നത്.
ഇത് നമ്മൾ അബ്ദുൽ ബാരി എന്ന പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ബാരി അത് ബറഅ യബ്റഉ എന്നതിൽ നിന്നുണ്ടാകുന്ന ഇസ്മു ഫാഇലാണ്. ബാരിഉൻ, ബറഅ യബ്റഉ, ബാരി. സൂറത്തുൽ ഹദീദിലെ 22-ാമത്തെ ആയത്ത് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അവിടെ മിൻ ഖബ്ലി അൻ നബ്റഅഹ, ബറഅ എന്നതിൽ നിന്നുള്ള ബറഅ യബ്റഉ, മനസ്സിലായില്ലേ? ബറഅ യബ്റഉ നബ്റഉ, അവിടെ നാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നർത്ഥം. സൂറത്തുൽ ഹദീദിലെ 22-ാമത്തെ ആയത്ത്. ഭൂമിയിൽ ആവട്ടെ, നിങ്ങളുടെ നിങ്ങളുടെ ശരീരങ്ങളിലാവട്ടെ, ഭൂമിയിലാവട്ടെ എന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടാകുന്നത് ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, നാം അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അത് നേരത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന അർത്ഥം. അപ്പോ അങ്ങനെ അത് ഉണ്ടാക്കുക, ആ ഫിഅല് തന്നെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതാണ്, ബറഅ എന്ന ആ ഫിഅല്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ഇസ്മു ഫാഇലാണ് ബാരിഉൻ എന്നത്, സൃഷ്ടാവ് എന്ന അർത്ഥം. അതിൽ നിന്നുണ്ടാകുന്ന ഫാഇലാണ് എന്ത്? ബാരിഉൻ എന്നത്. ശരി. ومن قبل أن وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم فتوبوا إلى بارئكم. ഇവിടെ ബാരിഇക്കും എന്നത് ബാരിഉൻ എന്നത് ബാരിഇ എന്നാകാനുള്ള കാരണം എന്താണ്? ബാരിഇ, അത് ഇസ്മ മജ്റൂറായി അല്ലെ? എന്താണ്? ഇസ്മ മജ്റൂറാകുന്നു. കാരണം അതിനു മുമ്പ് ഇല എന്ന ഹർഫ് ജർ വന്നതുകൊണ്ട് ഇല ബാരിഇ എന്നായി മാറി. ഇല ബാരിഇ എന്നായി മാറി, ഇസ്മ മജ്റൂറായി. പിന്നെ ബാരി യഥാർത്ഥത്തിൽ ഇത് ബാരി ഉക്കും എന്നാണ് അല്ലെ? ബാരി ഉക്കും എന്നാണ്, ബാരി ഉക്കും. പക്ഷെ ഇല വന്നതുകൊണ്ട് ബാരി ഇ കും എന്നായി മാറി. കും എന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇനി പറയേണ്ട ആവശ്യമില്ല. എന്താണ്? വമീർ മുത്തസിലാണ്, പിന്നെ മബ്നിയുൻ അല സുകൂനി. ഓക്കെ, മാഷാ അല്ലാഹ്. ഫീ മഹല്ലി ജർ, മുദാഫ് ഇലൈഹി. കാരണം ബാരിഉൻ കുൻ, നിങ്ങളുടെ, ബാരിഉൻ എന്നത് സൃഷ്ടാവ്, ബാരിഉക്കും നിങ്ങളുടെ സൃഷ്ടാവ്, മുദാഫ് മുദാഫ് ഇലൈഹി ആകുന്നു. അത് മുദാഫ് മുദാഫ് ഇലൈഹി ആകുന്നു. ശരി. ഫതൂബൂ ഇലാ ബാരിഇക്കും ഫഖ്തുലൂ. ഫതൂബൂ ഇലാ ബാരിഇക്കും, ആകയാൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്. എന്നിട്ട് പറയാണ് ഫഖ്തുലൂ, ഫഖ്തുലൂ നിങ്ങൾ വധിക്കുകയും ചെയ്യുക, വധിക്കുകയും ചെയ്യുക. അപ്പൊ അത് ആത്ഫാണ്. എന്താണ് അവിടെ വരുന്ന? ഫ ആത്ഫാണ്, അവിടെ ആത്ഫാണ്. എന്നിട്ട് നിങ്ങൾ വധിക്കുകയും ചെയ്യുക. അവിടെ എന്നിട്ട് എന്നർത്ഥമാകില്ല ഫാക്ക്. എന്നിട്ട് നിങ്ങൾ വധിക്കുകയും ചെയ്യുക. ഫതൂബു ഇലാ ബാരിഇക്കും ഫഖ്തുലൂ അൻഫുസക്കും. ഇനി ഫഖ്തുലൂ, ഉഖ്തുലൂ, ഖതല, അതാണ് ഖതല യഖ്തുലു അല്ലേ? ഖതല യഖ്തുലു, അതിന്റെ അമ്രാണ് എങ്ങനെ വരിക? ഫിഅല് അമ്ര എങ്ങനെ വരിക? ഓക്കെ, അതിന്റെ അമ്ര എങ്ങനെയാണ് വരിക? ഖതല യഖ്തുലു എന്നതിന്റെ അമ്ര ഏത് രൂപത്തിലാണ് വരിക? ഉഖ്തുൽ. എങ്ങനെയാണ്? ഉഖ്തുൽ. കാരണം അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ലമ്മാണ്.
അല്ലേ, ലമ്മാണ്. അതുകൊണ്ട് മുദാറഅത്തിന്റെ അക്ഷരമായ യാഇനെ കളഞ്ഞിട്ട് അവിടെ അലിഫിനെ കൊണ്ടുവന്നിട്ട് അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന്റെ ഹർക്കത്ത് ആയ ലമ്മിനെ ചേർക്കുകയും ചെയ്യുന്നു. ഉഖ്തുൽ ശരിയല്ലേ. ഖതല യഖ്തലു എന്നാണെങ്കിൽ അതിന്റെ ഫിയൽ അംർ എങ്ങനെ വരിക? ഖതല യഖ്തലു എന്നാണെങ്കിൽ ഫിയൽ അംർ എങ്ങനെ വരിക? ഇപ്പൊ ഖതല യഖ്തുലു അല്ല, ഖതല യഖ്തലു ആണെങ്കിൽ എങ്ങനെ വരിക? യഖ്തൽ എന്നാണ് വരിക അല്ലെ. എന്താ വരിക? യഖ്തൽ എന്നാണ് വരിക. പക്ഷെ ഖതല യഖ്തുലു ആയതുകൊണ്ട് ഉഖ്തുൽ എന്നായി മാറി. എന്തായി മാറി? ഉഖ്തുൽ എന്നായി മാറി. അപ്പൊ അത് ഫഅല യഫ്ഉലു വസ്നിൽ വരുന്ന ഫിഅലിൽ നിന്ന് അതിന്റെ അംർ രൂപപ്പെടുന്നത് ഉഖ്തുൽ എന്നാണ്. അപ്പൊ ഫഖ്തുലു ഫഉഖ്തുലു എന്നാണ്. പിന്നെ അത് ജംഅ ആയിട്ടാണ് വരുന്നത്. ഉഖ്തുലു ഉഖ്തുൽ ഉഖ്തുല ഉഖ്തുൽ ഉഖ്തുല ഉഖ്തുലു. ഇങ്ങനെയാണ്. ഉഖ്തുൽ ഉഖ്തുല ഉഖ്തുലു. ഫ കൂട്ടണം ഉഖ് എന്ന് വരുമ്പോ ഇങ്ങനെയായി മാറി. ഫഖ്തുലു എന്നായി മാറി. ഫഉഖ്തുലു. ഫാനെ ഉ എന്ന അതിലേക്ക് ചേർക്കുമ്പോൾ അത് അലിഫിന്റെ ഉച്ചാരണമായ ഉ എന്ന ഉച്ചാരണം നഷ്ടപ്പെടുകയും അത് ഫഖ്തുലു എന്നായി മാറുകയും ചെയ്യുന്നു. അപ്പോ നിങ്ങൾ വധിക്കുകയും ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വധിക്കുകയും ചെയ്യുക. ഫഖ്തുലു അൻഫുസകും. അതിന്റെ ഇത് പറഞ്ഞിട്ടില്ല. ഫഖ്തുലു ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ അല്ലേ. ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ. പിന്നെ അതിലെ വാവുൽ ജമാഅത്ത് ضمير مبني على السكون في محل رفع فاعل ليه. ضمير مبني على السكون ضمير مستتر مبني على السكون في محل رفع فاعل واو الجماعة. അൻഫുസകും ഫഖ്തുലു അൻഫുസകും നേരത്തെ പഠിച്ച പദമാണ്. ഇന്നക്കും വലംതും അൻഫുസകും. നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളോട് തന്നെ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കുക എന്നർത്ഥം. അപ്പം മഫ്ഊൽ ബിഹി മൻസൂബാണ്. നഫ്സ് എന്നതിന്റെ ബഹുവചനമാണ് അൻഫുസ് അല്ലെ. നഫ്സുൻ ജമ അൻഫുസ്. നഫ്സുൻ ജമ അൻഫുസ് അല്ലെ. നഫ്സുൻ ജമ അൻഫുസ്. അത് മുദാഫും മുദാഫി ഇലൈഹിയും കൂടി ചേരുന്നത് അത് മൻസൂബാണ്. അൻഫുസ എന്ന് പറയുമ്പോൾ അത് ആണ്. അൻഫുസുൻ എന്ന ഈ ജംഅ എന്ത് ജംആണ്? ഈ ജംഅ ഏത് തരത്തിൽ വരുന്ന ജംആകുന്നു? നഫ്സുൻ ജംഅ അൻഫുസുൻ എന്ന ജംഅ ഏത് തരം ജംഅയിൽ പെടുന്നതാകുന്നു? ജംഅ തക്സീറിൽ വരുന്നതാണ് അല്ലെ. ജംഅ തക്സീറിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോ നഫ്സുൻ അൻഫുസ എന്ന് വരാനുള്ള കാരണം ഉഖ്തുലു എന്ന ഫിഅൽ, ആ ഫിഅൽ അംർ, അതിലടങ്ങിയ ഫാഇൽ, അതിന്റെ തഖ്ദീർ അൻതും എന്നാണ് അല്ലെ. ഉഖ്തുലു എന്നതിൽ നിങ്ങൾ വധിക്കുക, അതിന്റെ ഫാഇൽ നിങ്ങൾ. അതിന്റെ മഫ്ഊൽ ബിഹിയാണ് ഇവിടെ അൻഫുസ എന്ന് വരുന്നത്. പിന്നെ അൻഫുസ എന്നാവാനുള്ള കാരണം അതുകൊണ്ടാണ്.
അംഫുസക്കും, അംഫുസുക്കും എന്നത് നിങ്ങളുടെ ദേഹങ്ങൾ എന്നർത്ഥം, നിങ്ങളുടെ ദേഹങ്ങൾ. അപ്പോ അത് മുദാഫ് മുദാഫ് ഇലൈഹിയാകുന്നു. അതുകൊണ്ട് അംഫുസ എന്നത് മഫ്ഊൽ ബിഹി മൻസൂബാണ്. അതുപോലെ കും എന്നതിനെ കുറിച്ചുള്ളത് നിങ്ങൾ എഴുതുക. സാധാരണ എഴുതുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. എന്താണ്? ളമീർ മുത്തസിലുൻ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി ജർ മുദാഫ് ഇലൈഹി. എന്താണ് അത്? ളമീർ മുത്തസിൽ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി ജർ മുദാഫ് ഇലൈഹി. ശരി, ഞാനത് ടൈപ്പ് ചെയ്യുന്നില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ വളരെ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ ذَلِكُمْ خَيْرٌ لَكُمْ. ذَلِكَ എന്ന് പറഞ്ഞാൽ ഇസ്മു ഇഷാറയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അൽ ബലാഗ ക്ലാസ്സിൽ ഇസ്മു ഇഷാറയെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ ഇസ്മു ഇഷാറയുടെ ശരിയായ ഒരു രൂപം എന്താണ്, അതിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണ് എന്നത് നമുക്ക് കൃത്യമായി പഠിക്കാം. ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം. ബഈദായി വരുന്ന, പിന്നെ അകലെ കാണുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് ദാലിക എന്ന് പറയുന്നത്. ഇസ്മു ഇഷാറ ബഈദാണത്, ഖരീബല്ല. ഖരീബായി വരുന്നതിന് ഹാദ എന്നാണ് പറയാം. അപ്പോൾ ദാലിക എന്നത് കൂടെ ദാലിക്കും എന്ന് നൽകിയിട്ടുണ്ട്. അത് അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകൾ, അത് ഒന്നിലധികം പേരുള്ള ആളുകളാണെങ്കിൽ അത് ദാലിക്കും എന്ന് പ്രയോഗിക്കും. അത് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലി കൂടിയാണ്. അപ്പൊ ഇത് ദാലിക്കും എന്ന് പറയുന്നത് ഇസ്മു ഇഷാറയാണ്. പിന്നെന്താണ്? ഇസ്മു ഇഷാറകൾ പൊതുവെ ദാലിക്കും എന്നത് മബ്നിയാണ് അല സുക്കൂൻ, അല്ലേ? ഈ മഹല്ല് എന്താണ്? ഇങ്ങനെ വരും. ഇസ്മു ഇഷാറ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ല് റഫ്ഉ, അല്ലേ? മുബ്തദ. ദാലിക്കും ഇവിടെ ദാലിക എന്നത് സാധാരണ അത് ഇസ്മു ഇഷാറ മബ്നിയുൻ അലൽ ഫത്ഹാണ്. പക്ഷേ ദാലിക്കും എന്നത് ഇവിടെ ഇസ്മു ഇഷാറ മബ്നിയുൻ അല സുക്കൂനാണ്. ഫി മഹല്ല് റഫ്ഉ മുബ്തദഇന്റെ സ്ഥാനത്താണ് ഇത് വരുന്നത്. ദാലിക്കും അത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഖൈറുൻ ലക്കും. അപ്പൊ ഖൈറുൻ ഖൈറുൻ ഉത്തമമാകുന്നു എന്നർത്ഥം. ഉത്തമം, ഖൈർ എന്ന് പറയുന്നത് ഉത്തമം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. എന്താണ്? ഖബറാണ്, അല്ലേ? ഖബർ മർഫൂആണ്. ഖബർ മർഫൂആണ്. ഖൈറുൻ എന്ന് പറയുന്നത് ഖബർ മർഫൂആകുന്നു. ഖൈറുൻ ഖൈറുൻ എന്നാൽ ഉത്തമം. അതിന്റെ ജംആണ് ഖിയാർ എന്ന പദം. ഖിയാറുൻ എന്ന് പറഞ്ഞാൽ ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഖിയാറുക്കും നിങ്ങളിൽ ഉത്തമൻ, ഖിയാറുക്കും ലിഅഹ്ലിഹി നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവനാകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഖിയാർ, അല്ലെ, ഖൈർ ആ രൂപത്തിൽ അത് പ്രയോഗിക്കപ്പെടും. അല്ലെങ്കിൽ അഖിയാർ എന്നും പറയാം. അതിൻ്റെ ജമാഅത്ത് അഖിയാർ എന്നതും പറയാറുണ്ട്. ഫദാലിക്കും ഖൈറുൽ ലക്കും, നിങ്ങൾക്ക്
ലക്കും എന്നത് ലക്കും എന്നതിനെ ഒന്ന് പിരിച്ചെഴുതുക. ലക്കും എന്നതിലെ ലീ കൂട്ടണം കും. അതെ, അപ്പൊ അവിടെ ലീ എന്നത് ഹർഫ് ജറാണ് അല്ലെ, ഹർഫ് ജറാകുന്നു, ഹർഫ് ജറാകുന്നു. പിന്നെ കും എന്നത് കും എന്നത് ضمير مبني على السكون കും എന്നത് في محل جر ضمير مبني على السكون في محل جر. ശരി, അപ്പോ ഖൈറുൻ ലക്കും നിങ്ങൾക്ക് ഉത്തമം. അപ്പം ദാലിക്കും ഖൈറുൻ ലക്കും അതാകുന്നു നിങ്ങൾക്ക് ഉത്തമം എന്നർത്ഥം. അതാകുന്നു നിങ്ങൾക്ക് ഉത്തമം. ഇസ്മ മജ്റൂറിന്റെ സ്ഥാനത്താണ് അത് വരുന്നത്. ശരി, അപ്പൊ ദാലിക്കും ഖൈറുൻ ലക്കും നിങ്ങൾക്ക് അതാകുന്നു ഉത്തമം. ഇൻദ ബാരിഇക്കും ഇൻദ ബാരിഇക്കും ഇൻദ ഇൻദ ബാരിഇക്കും ളർഫ് മക്കാനാണ് ഇൻദ അല്ലെ. ഇൻദ എന്ന് പറയുമ്പോൾ ളർഫ് മക്കാനാണ്. ഇൻദ ളർഫ് മക്കാനാണ്. ശരി, ളർഫ് മക്കാന് എന്താണ്? മൻസൂബ് അല്ലെ. ളർഫ് മക്കാനുകൾ പൊതുവിൽ അത് മൻസൂബാകുന്നു. അപ്പൊ ഇൻദ ബാരിഇക്കും ഇൻദ ബാരിഇക്കും എങ്ങനെയാ അതിന് പറയാം? ഇൻദ ബാരിഉക്കും എന്ന് പോരെ? ബാരിഉൻ എന്നല്ലേ? ഇൻദ ബാരിഇക്കും എന്നത് ഇൻദ ബാരിഉക്കും എന്ന് പോരെ? പിന്നെ എന്തുകൊണ്ട് ഇൻദ ബാരിഇക്കും എന്ന് പറയുന്നു? എന്താണ്? മുളാഫ് ഇലൈഹി മജ്റൂറാണ് അല്ലെ. എന്താണ്? മുളാഫ് ഇലൈഹി മജ്റൂറാകുന്നു. ഇൻദ ബാരിഇ സൃഷ്ടാവിന്റെ അടുക്കൽ എന്നർത്ഥം. സൃഷ്ടാവിന്റെ അടുക്കൽ, അത് മുളാഫ് ഇലൈഹിയാണ്. ഇൻദ ബാരി ഇൻദ ബാരി. അപ്പോ ഇൻദ ബാരിഇൻ ഇൻദ ബാരിഇൻ സൃഷ്ടാവിന്റെ അടുക്കൽ. പക്ഷെ ബാരിഇക്കും എന്ന് പറയുമ്പോഴോ ബാരിഇക്കും എന്ന് പറയുമ്പോഴോ അതെ പ്രശ്നം. എന്താ കൂട്ടണം? ബാരിഉൻ. പിന്നക്കും ഇൻദ എന്ന് പറയുന്നത് മുളാഫാണ് മനസ്സിലായി. ബാരി എന്ന് പറയുന്നത് ഇൻദ ബാരിഇ എന്ന് പറയുമ്പോൾ അത് ബാരി മുളാഫ് ഇലൈഹിയാണ്. എന്നാ ബാരിഉക്കും എന്ന് പറയുമ്പോഴോ ബാരി മുളാഫാണ്, കും എന്നത് മുളാഫ് ഇലൈഹിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ രണ്ട് മുളാഫുകളും രണ്ട് മുളാഫ് ഇലൈഹികളുമാണ്. രണ്ട് മുളാഫുകളും രണ്ട് മുളാഫ് ഇലൈഹികളുമാകുന്നു എന്നർത്ഥം. ഇൻദ ബാരി അത് രണ്ടും മുളാഫായി വരും. എന്നാൽ അതേസമയം ബാരിഉം ലക്കും അത് രണ്ടും മുളാഫ് ഇലൈഹി ആയിട്ടും വരും എന്നാണ്. അപ്പൊ ഇതില് മുളാഫും മുളാഫ് ഇലൈഹിയുമായി വരുന്ന പദം ഏതാണ്? രണ്ടും കൂടി ആയി വരുന്നത് ബാരി അല്ലെ. ബാരി ഇതില് രണ്ടും കൂടിയായിട്ടാണ് വരുന്നത്. അപ്പോ പിന്നെ
ഇന്ദ ബാരിഇക്കും എന്ന ആ പ്രയോഗം പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കുക. അത്തരം പ്രയോഗങ്ങളിൽ രണ്ട് മുദാഫും ഇവിടെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ കും എന്നത് ഇവിടെ ശരിക്കും പറയുമ്പോൾ ബാരി എന്നത് മുദാഫ് ഇലൈഹി ആയതുകൊണ്ട് അത് മജ്റൂറാണ് എന്ന് മനസ്സിലായി, എന്ത് ബാരി. പക്ഷേ ഇവിടെ കും എന്നത് അതുപോലെ തന്നെ അത് മജ്റൂറാകുന്നു, മജ്റൂറിന്റെ സ്ഥാനത്താകുന്നു. കും എന്ന് പറയുമ്പോൾ അത് മുദാഫ് ഇവിടെ ഇപ്പോൾ ലമീർ മുത്തസിൽ അബു അബ്ദുള്ള ടൈപ്പ് ചെയ്തതുപോലെ ലമീർ മുത്തസിൽ മബ്നിൻ അലാ സുക്കൂനി ഫി മഹല്ലി ജറാണ്. അതാണ് ഫി മഹല്ലി ജറിന്റെ സ്ഥാനത്തായിട്ടാണ് സുക്കൂനിന്മേൽ മബ്നിയായിക്കൊണ്ട് മുത്തസിലായി വരുന്ന ലമീറാകുന്നു കും എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഫദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും ഫതാബ അലൈക്കും ഫതാബ അലൈക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഫതാബ അലൈക്കും എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. മനസ്സിലായല്ലോ? നമ്മൾ താബ എന്ന പ്രയോഗം മുമ്പ് പഠിച്ചിട്ടുണ്ട്. താബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം, ഫതാബ അല എന്ന് പറയുമ്പോൾ അത് പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ്. നേർക്കുനേരെ താബ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പശ്ചാത്തപിച്ചു എന്നാണ്. തുബുത്തു, ഞാൻ പശ്ചാത്തപിച്ചു. താബ അല എന്ന് പറയുമ്പോൾ അത് പശ്ചാത്താപം സ്വീകരിച്ചു എന്നതാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ആ സന്ദർഭത്തിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. താബ അല എന്ന് പറയുമ്പോൾ അത് പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ്. താബ അലൈക്കും. നേർക്കുനേരെ താബ എന്ന് പറയുമ്പോൾ ഞാൻ പശ്ചാത്തപിച്ചു എന്നാണ്. അപ്പൊ താബ അല എന്നത് ആ ജോലി ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പൊ ഇവിടെ ഫ എന്നത് എന്നിട്ട് എന്നർത്ഥത്തിൽ, ഫ എന്നത് ഹർഫ് അത്ഫായിട്ടാണ് ഇവിടെ വരുന്നത്. താബ എന്നത് ഫിഅല് മുളാരി ഫിഅല് മാദിയാണ്, മബ്നിയുൻ അലൽ ഫത്ഹ് ആകുന്നു. അല്ലെ? മബ്നിയുൻ അലൽ ഫത്ഹ് ആകുന്നു. മബ്നിയുൻ അലൽ ഫത്ഹ് ആകുന്നു. താബ എന്നത് ഫിഅല് മാദി മബ്നിയുൻ അലൽ ഫത്ഹ് ആകുന്നു. പിന്നെ താബയിലടങ്ങിയ, താബയുടെ അതിലടങ്ങിയ ലമീർ മുസ്തതിറാണ്. തഖ്ദീറുഹു ലമീർ മുസ്തതിറാണ്. തഖ്ദീറുഹു ഹുവ. അല്ലെ? തഖ്ദീറുഹു ഹുവ. അപ്പോ താബ എന്നത് ഫിഅല് മാദി. ആ ഫിഅല് മാദി മബ്നിയുൻ അലൽ ഫത്ഹാണ്. അതിലടങ്ങിയ ലമീർ ഹുവയാണ്. ആ ഹുവ ലമീർ യർജിഉ ഇലാ മൻ, അതിലടങ്ങിയ ലമീർ മടങ്ങുന്നത് എങ്ങോട്ടാണ്? ആരിലേക്കാണ്? അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത്. ഫതാബ, അപ്പോ എന്നിട്ട് അവൻ, അതായത് അല്ലാഹു, അലൈക്കും എന്നത് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ് അതിന് മൊത്തത്തിൽ മലയാളത്തിൽ അർത്ഥം പറയാം. അപ്പൊ അലൈക്കും എന്നത് നിങ്ങൾക്കറിയാം ഹർഫ് ജറാണ്. അല എന്നത്, കും എന്നത്, അല എന്ന് പറയുന്നത് ഹർഫ് ജറും, കും എന്ന് പറയുന്നത്, അലൈക്കും എന്നുള്ളതിലെ കും എന്ന് പറയുന്നത് ലമീർ മുത്തസില് മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി ജറ്. കാരണം ഇസ്മ മജ്റൂർ, അല്ലെ? ഇസ്മ മജ്റൂറിന്റെ സ്ഥാനത്ത് വരുന്ന, ജറിന്റെ സ്ഥാനത്ത് വരുന്ന, സുകൂനിൽ മബ്നിയാകുന്ന, മുത്തസിലായി വരുന്ന ലമീറാണ് കും എന്നത്. അപ്പോ ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഇന്നഹു തീർച്ചയായും അവൻ എന്ന അർത്ഥത്തിൽ. ഇന്ന എന്നത് ഹർഫ്
എന്താണ് ഇന്ന ഹർഫ് തൗക്കീദ് വനസ്ബ് അല്ലെ, നസ്ബിന് വേണ്ടി നവാസിബിൽപ്പെട്ട ഇന്ന തൗക്കീദിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഹർഫാണ്. അതായത് തൗക്കീദിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും നസ്ബ് ശേഷം വരുന്ന ഇസ്മിനെ നസ്ബ് ചെയ്യുകയും ചെയ്യുന്ന ഹർഫാകുന്നു ഇന്ന എന്ന് പറയുന്നത്. ഇപ്പോൾ ഹർഫ് തൗക്കീദ് വ നസ്ബ് എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കണം. ഹർഫ് തൗക്കീദ് വ നസ്ബ് എന്ന് പറയുമ്പോൾ തൗക്കീദ് എന്ന പ്രവൃത്തിയാണ് ഹർഫ് ഇന്ന ചെയ്യുന്നത്. എന്നാൽ ശേഷം വരുന്ന ഇസ്മിനെ അതിന്റെ ഇഅ്റാബിൽ മാറ്റം വരുത്തുന്ന ജോലി, നസ്ബ് ചെയ്യുന്ന ജോലി കൂടി ചെയ്യുന്ന ഹർഫാണ് ഇന്ന എന്നത്. അപ്പോ പിന്നെ തൗക്കീദ് അതിന്റെ ആശയവും നസ്ബ് അതിന്റെ ജോലിയുമായിട്ട് കാണണം. അപ്പൊ ഇന്നഹു തീർച്ചയായും അവൻ എന്നത്. അപ്പം ഹു എന്നത് അവിടെ വരുന്ന ലമീർ അല്ലെ, ആ ലമീർ അതിലേക്ക് ചേർക്കപ്പെട്ട മുത്തസിലായി വരുന്ന ലമീർ ആകുന്നു. പിന്നെ അത് മബ്നിയുൻ അലൽ ളമ്മി അല്ലെ, മബ്നിയുൻ അലൽ ളമ്മി ഫീ മഹല്ലി നസ്ബ്. ഫീ മഹല്ലി നസ്ബ് എന്താണ് ഇസ്മ്, ഫീ മഹല്ലി നസ്ബ് ഇസ്മ് ഇന്ന. എന്താണ് ഇന്നയുടെ ഇസ്മിന്റെ സ്ഥാനത്ത് വരുന്ന മുത്തസിലായി വരുന്ന ലമീർ, അതായത് ലമ്മിൽ മബ്നിയാകുകയും മുത്തസിലായി വരികയും ചെയ്യുന്ന ലമീറാണ് ഹു എന്നത്. അപ്പോൾ ഹു എന്നത് ഇന്നഹു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവൻ എന്നത്. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ഹുവ, ഇന്നഹു ഹുവ, അവിടെ ഒരു ഹുവ വരുന്നത് ലമീർ മുൻഫസിലാണ്. ലമീർ മുൻഫസിലാണ്. അല്ല, അത് ബദലാണെന്ന് പറയാൻ കഴിയില്ല. അത് ലമീർ മുൻഫസിലാണ്. അതോടൊപ്പം അത് പിന്നെ ഭാഷയിൽ ഒരു തൗക്കീദിന് വേണ്ടിയിട്ട്, തൗക്കീദിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ അത് ഉപയോഗിക്കുന്നത്. ബദലായിട്ട് വരുന്നില്ല. ഓക്കെ, ലമീർ മുൻഫസിലാണ്, അതുപോലെ തൗക്കീദിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ലമീർ തൗക്കീദ് എന്ന് പറയില്ല, അങ്ങനെയുള്ള ലമീർ ഇല്ല. ലമീർ മുൻഫസിൽ എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാം. പക്ഷെ അത് തൗക്കീദിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത്തവ്വാബു അർറഹീമു. അത്തവ്വാബു, തവ്വാബ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നർത്ഥം. അർറഹീം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്ന കരുണാവാരിധി അല്ലെങ്കിൽ കരുണാനിധി എന്നൊക്കെ പറയുന്ന അർത്ഥം. ഇവിടെ ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അത്തവ്വാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് തവ്വാബു ഇന്നയുടെ ഖബറായിട്ടാണ് വരുന്നത്. ഇന്ന ഹു, പിന്നെ അവിടെ ഒരു തൗക്കീദിന് വേണ്ടി ഹുവ വന്നു, പിന്നെ അത്തവ്വാബു. മനസ്സിലായല്ലോ? സാധാരണ ഇന്നഹു തവ്വാബുൻ, അപ്പം തവ്വാബുൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ അത് അത്തവ്വാബു എന്ന് കൊടുക്കുന്നത് ഹുവ അതിന്റെ മുമ്പിൽ ചേർത്തുകൊണ്ടാണ്. നേരെ മറിച്ച് ഇന്നഹു തവ്വാബു എന്ന രൂപത്തിൽ പറയപ്പെടാറില്ല. ഇന്നഹു തവ്വാബു എന്ന് പറഞ്ഞപ്പോൾ തവ്വാബിന് അലിഫ്ലാമ് കൊടുത്ത് അതിനെ മഅരിഫയാക്കിയത് അതിന് മുമ്പിൽ ഹുവ എന്ന ആ ലമീറിനെ, മുൻഫസിലായ ലമീറിനെ നൽകിക്കൊണ്ടാകുന്നു. അപ്പോ ഇന്നയുടെ ഖബറായിട്ട് തവ്വാബ് വരുന്നു. പക്ഷെ ആ തവ്വാബ് പിന്നെ മുഅറഫാണ്, അതായത് മഅരിഫയാണ്. അതുപോലെ അർറഹീമു എന്ന് പറയുന്നതും രണ്ടാമത്തെ ഖബറാണ്. ആ ഖബർ ഒരു അത്ഫോട് കൂടിയിട്ടല്ല ചേർക്കുന്നത്, മറിച്ച് അത്ഫില്ലാതെ തന്നെയാണ് അത് ചേർക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഖബർ ഥാന് മർഫു, രണ്ടാമത്തെ ഖബർ. ഒന്നാമത്തെ ഖബർ തവ്വാബ്, രണ്ടാമത്തെ ഖബർ റഹീം. ആ രൂപത്തിലാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം.
فتاب عليكم إنه هو التواب الرحيم. السلام ورحمة الله وبركاته. ഏതായാലും ശരി, ഈ ആയത്തിന്റെ വിശദീകരണം കൂടി കേട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന്റെ വിശദീകരണം കൂടി കേട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാനിപ്പോ അമാനി മൗലവിയുടെ ആ തഫ്സീറിൽ നിന്ന് ഉള്ളത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം പിന്നീട് രണ്ടായത്തുകൾ കൂടി വിശദീകരിച്ചതിന് ശേഷം അല്പം ചില വിശദീകരണങ്ങൾ കൂടി നിങ്ങൾക്ക് നൽകാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർക്കുക. എന്റെ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുവിൻ. അത് നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നു. എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. നിശ്ചയമായും അവൻ തന്നെയാണ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ. ഇതിന്റെ വിശദീകരണത്തിൽ അമാനി മൗലവിയുടെ വിശദീകരണം നമുക്ക് കേൾക്കാം. അതിപ്രകാരമാണ്: പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചതിനെപ്പറ്റി ഇസ്രായേല്യർ ഖേദിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പൊറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരാകുമല്ലോ എന്ന് അവർ വിലപിക്കുകയും ചെയ്തു. അത് സൂറത്ത് ആറാഫിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിലായിരിക്കാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, അള്ളാഹുവിനറിയാം, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ വിട്ടേച്ച് നിങ്ങൾ സ്വയം നിർമ്മിച്ച ഒരു പശുക്കുട്ടിയുടെ പ്രതിമയെ ദൈവമാക്കി തീർത്തത് അതിഭീമമായ ഒരു അക്രമമാകുന്നു. അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്ത ഒരു അപരാധമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളുവിൻ. നിങ്ങളുടെ പശ്ചാത്താപത്തിന്റെ പൂർത്തീകരണവും നിഷ്കളങ്കതയുടെ സാക്ഷ്യവും എന്ന നിലക്ക് നിങ്ങളെ തന്നെ അഥവാ നിങ്ങളിൽ ചിലരെ കൊലപ്പെടുത്തേണ്ടതാണ്. ഈ കൊല വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണെങ്കിലും നിങ്ങളുടെ അപരാധത്തിന്റെ ഗൗരവവും അതിന്റെ അനന്തര ഫലവും നോക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഗുണകരമായി തീരുക എന്നൊക്കെയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതിന്റെ സാരം. അങ്ങനെ അവർ പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ച് അവർക്ക് മാപ്പ് നൽകുകയും ചെയ്തു. ഇസ്രായേല്യരുടെ പശ്ചാത്താപത്തിന്റെ പൂർത്തീകരണവുമായി നിശ്ചയിക്കപ്പെട്ട ഈ കൊലയുടെ സ്വഭാവം എങ്ങനെയായിരുന്നുവെന്നതിൽ വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ കാണാം. എങ്കിലും പശുക്കുട്ടിയുടെ ആരാധനയിൽ പങ്കില്ലാത്തവർ പശുക്കുട്ടിയെ ആരാധിച്ച തങ്ങളുടെ അടുത്ത ബന്ധുക്കളെ കൊല ചെയ്യുവാനായിരുന്നു നിശ്ചയം എന്നത്രേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹാനായ ഇബ്നു ജരീർ, നസായി, ഇബ്നു അബി ഹാത്തിം റഹിമഹുമുല്ലാ എന്നിവർ ഉദ്ധരിച്ച റിവായത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ കുറെ അധികം പേർ കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ പ്രാർത്ഥനയെ തുടർന്ന് അത് നിർത്തൽ ചെയ്യപ്പെട്ടുവെന്നും പ്രസ്താവിക്കപ്പെട്ട് കാണുന്നു. അല്ലാഹു അഅലം. ബൈബിളിന്റെ പ്രസ്താവനയും ഏതാണ്ട് ഇതേ പ്രകാരം തന്നെയാണ്. പുറപ്പാട് 32-27-28 നോക്കുക.
എന്നാൽ ഉഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ തന്നെ കൊല്ലുവിൻ എന്ന വാക്യത്തിന്റെ താല്പര്യം നിങ്ങൾ നിങ്ങളുടെ ശരീരേച്ഛകളെ അടക്കി നിർത്തുക, അവയെ ദണ്ഡിപ്പിക്കുവാൻ എന്നാണെന്ന് ചില ആളുകൾ പ്രസ്താവിച്ച് കാണുന്നു. പശ്ചാത്താപത്തിന്റെ ഭാഗമായി കൊലയെ നിശ്ചയിക്കുന്നതിലും വളരെ ആളുകളുടെ ജീവൻ നശിപ്പിക്കുവാൻ കൽപ്പിക്കുന്നതിലും ന്യായീകരണമൊന്നുമില്ലെന്നാണ് അവരുടെ വാദം. സൂറത്ത് നിസാ 153 പിന്നെ അവർക്ക് തെളിവുകൾ വന്നതിന് ശേഷം അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കി, എന്നിട്ട് അതിനെപ്പറ്റി നാം മാപ്പ് നൽകി എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ചിലർ ഈ വാദത്തിന് തെളിവാക്കുകയും ചെയ്യുന്നു. പ്രഥമ ദൃഷ്ടിയിൽ ഈ വാദത്തിൽ എന്തോ കഴമ്പുണ്ടെന്ന് തോന്നിയേക്കാമെങ്കിലും അള്ളാഹു ഇവിടെ പറഞ്ഞ വാക്കുകളും മേൽ സൂചിപ്പിച്ച റിവായത്തുകളും ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പൊതുവെയുള്ള പ്രസ്താവനകളും നോക്കുമ്പോൾ ഈ പുതിയ വ്യാഖ്യാനത്തിന് വില കൽപ്പിക്കുവാൻ മാർഗം കാണുന്നില്ല. അതിനും പുറമെ താഴെ സൂചിപ്പിക്കുന്ന കുറെ വസ്തുതകൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ കൊലയെ വിലയിരുത്തുന്നതും. ഇസ്രായേലിൽ പശുക്കുട്ടിയെ ആരാധിച്ച സംഭവം കേവലം ഒരു സാധാരണ വിഗ്രഹാരാധനയുടെ സംഭവമല്ല. അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഇസ്രായേലിയർ ആരാണ്, അവരുടെ സ്ഥിതിഗതികൾ എന്താണ്, ഏത് സന്ദർഭത്തിലാണത് ചെയ്തത്, അപ്പോഴത്തെ ചുറ്റുപാട് എന്തായിരുന്നു എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. തൗഹീദിന്റെ സ്ഥാപനത്തിനു വേണ്ടി ജീവിതമർപ്പിച്ച ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന്റെ മക്കളും പിൻഗാമികളുമായ ഇസ്ഹാഖ്, യാക്കൂബ് അലൈഹിമസ്സലാം എന്നീ പ്രവാചകന്മാരുടെയും പാരമ്പര്യം നിലനിർത്തുവാൻ ബാധ്യസ്ഥരായ അനന്തരാവകാശികളാണ് ഇസ്രായേൽ ജനത. കാലപ്പഴക്കത്തിൽ കെട്ടാറിപ്പോയ തൗഹീദിന്റെ ആ പാരമ്പര്യം അവരിൽ പുനർജീവിപ്പിക്കുവാനും നൂറ്റാണ്ടുകളായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിമത്തത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും അവരെ സ്വതന്ത്രമാക്കുവാനും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി. അദ്ദേഹത്തിന്റെ കൈക്ക് വെളിപ്പെട്ട വമ്പിച്ച പല ദിവ്യ ദൃഷ്ടാന്തങ്ങളും അത്യത്ഭുതങ്ങളും നേരിൽ കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ. മുമ്പോ പിമ്പോ മനുഷ്യലോകം കേട്ടിട്ടില്ലാത്ത ഒരു മഹാത്ഭുതത്തിലൂടെയാണവർ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ സീനാ മരുഭൂമിയിൽ വന്ന് പാളയമടിച്ച് താമസിക്കുന്നത്. അന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും പ്രതാപശാലിയായ ഫിർഔനും സൈന്യവും അസാധാരണവും അതിദാരുണവുമാവണ്ണം നശിപ്പിക്കപ്പെട്ട കാഴ്ച അവർ ഒട്ടും മറക്കാറായിട്ടില്ല. ഈ അവസരത്തിലാണ് അവരുടെ ശാശ്വത നന്മക്കും യശസ്സിനും നിദാനമായ ഒരു വേദഗ്രന്ഥം അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിങ്കൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ വേണ്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ നിന്ന്, അതും ഹാറൂൻ നബിയെ അവരുടെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് വിട്ടുപോയത്. വിരൽ കൊണ്ടെണ്ണാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും മൂസ തേടിപ്പോയ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരിൽപ്പെട്ട ഒരു വികൃതി സ്വർണം കൊണ്ട് വാർത്തുണ്ടാക്കിയ ആ പശുക്കുട്ടിയെ ദൈവമാക്കി അതിന്റെ ചുറ്റും ഭജനമിരിക്കുകയും പൂജാകർമ്മങ്ങൾ നടത്തുകയുമാണ് അവർ ചെയ്തത്. ബുദ്ധിപരമായ വീണ്ടുവിചാരങ്ങൾ പോകട്ടെ, തങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ഹാറൂൻ നബിയുടെ വിലക്ക് കേൾക്കുവാനോ ഏതാനും ദിവസം കൊണ്ട് മടങ്ങിയെത്തുന്ന മൂസാ നബിയുടെ വരവ് വരെ കാത്തിരിക്കുവാനോ അവർക്ക് ക്ഷമയുണ്ടായില്ല. ഇതൊക്കെ ഒരു വശത്ത്. മറ്റൊരു വശം, ഇസ്രായേലിയരുടെ ധിക്കാര ബുദ്ധിയും വിഡ്ഢിത്തവും അനുസരണമില്ലായ്മയും പ്രസിദ്ധമാണ്. ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടു പോരുന്ന മധ്യയാണ് ചില ജനങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെയുള്ള ദൈവങ്ങളെ ഉണ്ടാക്കുവാൻ അനുവദിച്ചു തരണമെന്ന് അവർ മൂസ നബിയോട് ആവശ്യപ്പെടുന്നതും. നിങ്ങൾ വിഡ്ഢികളായ ഒരു ജനത തന്നെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതും. അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതും അവരുടെ യാത്രാ ലക്ഷ്യവുമായിരുന്ന രാജ്യത്ത് അഥവാ ബൈത്തുൽ മുഖദ്ദിസിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുവാൻ മടിച്ചു നിന്ന അവർ നിരീക്ഷകന്മാർ മുഖേന ശത്രുക്കളുടെ ശക്തി ദുർബലമാണെന്നറിഞ്ഞിട്ട് പോലും മൂസാ നബിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവരവിടെയുള്ളപ്പോൾ ഞങ്ങൾ ഒരിക്കലും അതിൽ പ്രവേശിക്കുകയില്ല. താനും തന്റെ റബ്ബും പോയി യുദ്ധം നടത്തിക്കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. സൂറത്തുൽ മാഇദയിലെ 24-ാമത്തെ വചനത്തിൽ. ഇതുപോലെയുള്ള അവരുടെ ധിക്കാരത്തിന്റെയും അനുസരണക്കേടിന്റെയും ഉദാഹരണങ്ങൾ പലതും ഈ സൂറത്തിലും മറ്റു സൂറത്തുകളിലുമായി ധാരാളം കാണാവുന്നതാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം അവർ പശുക്കുട്ടിയെ ആരാധിച്ചതിന്റെ ഗൗരവവും പ്രത്യേകതയും കണക്കാക്കുവാൻ. അതിന്റെ പേരിൽ അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന ശിക്ഷയാവട്ടെ കാലാകാല നരകശിക്ഷയും. ആ ശിക്ഷ ഒഴിവായി കിട്ടുവാനും അവർ ധിക്കാരപൂർവം പ്രവർത്തിച്ച ആ നീചകൃത്യത്തിൽ അവർക്കുള്ള യഥാർത്ഥ പശ്ചാത്താപം തെളിയിക്കുവാനും അവശേഷിക്കുന്ന ആളുകളിൽ ഇത്തരം നികൃഷ്ട സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കുവാനും അതേസമയത്ത് കൊല്ലപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ മാപ്പിനും പ്രീതിക്കുമായി ജീവൻ ത്യജിക്കുന്നത് നിമിത്തം അവരുടെ മഹാപാപം പൊറുക്കുവാനും ഇങ്ങനെ പലതിനുമായി
ആ കടും പാതകത്തിൽ മുൻകൈയെടുത്തവരെ കൊലപ്പെടുത്തണമെന്ന് അവരെ സൃഷ്ടിച്ച സൃഷ്ടാവ് കൽപ്പിച്ചെങ്കിൽ അതിൽ അവന്റെ കാരുണ്യവും ഔദാര്യവുമായിരിക്കും ചിന്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ദർശിക്കുവാൻ കഴിയുക. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ കൊലപ്പെടുത്തി ചെയ്യണമെന്ന് പറഞ്ഞതോടൊപ്പം ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും, അത് നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതും അല്ലാഹു ആലം. ഏതായാലും അള്ളാഹുവിന്റെ പ്രസ്താവനയിൽ നിന്നോ ബലവത്തായ മറ്റു തെളിവുകളിൽ നിന്നോ പ്രസ്തുത കൊലയുടെ സ്വഭാവത്തെപ്പറ്റി വ്യക്തമായ ഒരു തീരുമാനം പറയുവാൻ മാർഗം കാണുന്നില്ല. ഇതാണ് അമാനി മൗലവി നൽകിയ വിശദീകരണം. ഈ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എന്താകുന്നു? ഈ വിശദീകരണത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ സംബന്ധിച്ചിടത്തോളം ആ ജനത ഈ രൂപത്തിലുള്ള അതിക്രമങ്ങൾ, അതായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ പോയ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കുന്നു. ആ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് ഒരു വലിയ പാതകമാകുന്നു. ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ ആ പ്രവാചകൻ വേദഗ്രന്ഥം സ്വീകരിക്കുവാൻ പോയ സന്ദർഭം നോക്കി അവിടെ വെച്ച് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും ഇത് ഞങ്ങളുടെ റബ്ബാകുന്നു, റബ്ബിനെ തേടി മൂസ പോയെങ്കിൽ റബ്ബിതാ ഞങ്ങളെ തേടി എത്തിയിരിക്കുന്നു എന്ന വളരെ ധിക്കാരത്തോടു കൂടിയുള്ള സംസാരിക്കുകയും എന്തിനു വേണ്ടിയായിരുന്നുവോ ഫിർഔനുമായും അതുപോലെ ഫിർഔന്റെ ജനതയുമായും അവർ ഏറ്റുമുട്ടിയിരുന്നത് അതിന്റെ നേർവിപരീതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഫിർഔനിന്റെ തന്റെ വിശ്വാസത്തിലേക്ക് ഇവർ മടങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ എന്താണ് അതുവരെ പ്രവർത്തിച്ചത്, അതുവരെ ചെയ്തത്, എന്തിനു വേണ്ടിയാണ് മൂസാ നബിയോടൊപ്പം നിലയുറപ്പിച്ചത് എന്ന കാര്യം അവർ മറന്നുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിന്മ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ് അവർ പ്രവർത്തിച്ചത്. ആ പ്രവർത്തനത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. പക്ഷേ ആ തൗബ കൊണ്ട് മാത്രമാകുന്നുണ്ടോ? ഇല്ല. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആ ഷിർക്കൻ വിശ്വാസത്തിനും ഷിർക്കൻ പ്രവർത്തനത്തിനും പ്രവാചകനോടുള്ള ധിക്കാരത്തിനുമുള്ള ശിക്ഷയായിക്കൊണ്ട് സ്വയം നിങ്ങൾ ആ പ്രവൃത്തി ചെയ്ത ആളുകളെ കൊല്ലുക അല്ലെങ്കിൽ വധിക്കുക, അവർക്ക് വധശിക്ഷ നൽകുക എന്ന ഒരു തീരുമാനം പറയുന്നതിൽ യാതൊരു അസാംഗത്യവുമില്ല എന്നത് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ പോലും അതാകുന്നു നിങ്ങളുടെ സൃഷ്ടാവിങ്കൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അങ്ങനെ അവർ തൗബ ചെയ്ത് മടങ്ങുകയും അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അവൻ കരുണാനിധിയുമായിട്ടുള്ളവനാകുന്നു എന്ന കാര്യം ഇവിടെ പ്രത്യേകമായി പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവത്തിന്റെ ഗൗരവം ഷിർക്കൻ വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം വീണ്ടും ഷിർക്കിലേക്ക് പോകുന്ന മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിച്ച്, അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് കൂടി ഈ ആയത്ത് നമ്മെ ബോധ്യമാറാവട്ടെ. ശരിയായ ഹിദായത്തും ഇസ്തിഖാമത്തും അവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശരിയായ വിശ്വാസം സ്വീകരിച്ചതിനു ശേഷം വീണ്ടും അവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അദാരുണമായ അവസ്ഥ നമ്മളിൽ സംഭവിക്കാതിരിക്കുമാറാവട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك. വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാകുന്നു എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കുക. അങ്ങനെ ഖുർആനിനെ ശരിയായ രൂപത്തിൽ പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇത്തരത്തിലുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും അവകളിൽ യാതൊരു നിലക്കുമുള്ള നിഫാഖും അതുപോലെ തന്നെ റിയാഉം സുംഅത്തും കടന്നു വരാതിരിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.